അസ്സലാമു അലൈക്കും. നമ്മളിന്ന് ഉണ്ടാക്കാൻ പോണ ഒരു നാരങ്ങ അച്ചാറാട്ടോ. തുറന്നോക്കത്ത് ചുരുങ്ങിയത് ഇപ്പോൾ ഒരു കൊല്ലത്തോളം നമ്മൾ ഉപ്പിലിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. കണ്ടില്ലേ, വെറും കല്ലുപ്പും സുർക്കയും പാടിട്ട് വെച്ചതായിരുന്നു. നമ്മളിവിടെ ഒരുപാട് അച്ചാറുണ്ടായിരുന്നു, അപ്പോൾ തീർന്നിട്ട് ഉണ്ടാക്കാൻ വിചാരിച്ചിട്ടായിരുന്നു. വെറും നാരങ്ങ കട്ട് ചെയ്ത് കുറച്ച് കല്ലുപ്പിട്ട് അതിൻ്റെ മുകളിലേക്ക് വീണ്ടും നാരങ്ങ കട്ട് ചെയ്തിട്ട് വീണ്ടും കല്ലുപ്പിട്ട് അങ്ങനെ ഉണ്ടാക്കി വെച്ചതായിരുന്നു. എന്നിട്ടൊരു 2 ദിവസം കൂടുമ്പോൾ ഇങ്ങനെ ഇളക്കി കൊടുത്താൽ മതി. അപ്പോൾ കല്ലുപ്പൊക്കെ പാടെ അലിഞ്ഞ് ഇതേമാതിരി വെള്ളമായിട്ട് അതിൽ കിടന്നിട്ട് നല്ല അലിഞ്ഞ് സെറ്റായിട്ടുണ്ട്. നാരങ്ങ ഒക്കെ ഉണ്ടാക്കുമ്പോൾ അങ്ങനെ ഉണ്ടാക്കി നോക്കുക. ഫ്രഷ് നമ്മൾ ഉണ്ടാക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതൊരു കയ്പ്പുണ്ടാവും. ഇതാവുമ്പോൾ അങ്ങനത്തെ കയ്പ്പൊക്കെ വിട്ട് പോവുകയും ചെയ്യും. നല്ല എന്താ പറയുക, നല്ല വായിലിട്ടുണ്ടെങ്കിൽ നല്ല അലിഞ്ഞ് പോവുകയും ചെയ്യും. അത്രയും നല്ല സോഫ്റ്റ് ആയിട്ടുണ്ടാവും അങ്ങനെ ഇട്ട് വെക്കുകയാണെങ്കിൽ. ഒരു കൊല്ലമൊന്നും ഇട്ടൊക്കെണ്ട, ഒരു 2 ആഴ്ച അല്ലെങ്കിൽ ഒരു 3 ആഴ്ച വെച്ചാൽ മതി. അപ്പോൾ നമ്മൾ വേറെ അച്ചാറുകളൊക്കെ ഉള്ള കാരണം നമ്മളങ്ങനെ എടുത്ത് വെച്ചതായിരുന്നു കേട്ടോ. പിന്നെ അതിക്ക് വേണ്ടുന്ന സാധനങ്ങൾ നമ്മൾ കുറച്ച് ഇഞ്ചി എടുത്തിട്ടുണ്ട്, വെളുത്തുള്ളി എടുത്തിട്ടുണ്ട്, ഉലുവ വറുത്ത് പൊടിച്ചതുണ്ട്, കടുക് പൊടിച്ചതുണ്ട്, പിന്നെ കാശ്മീരി മുളക് പൊടിയുണ്ട്, പിന്നെ എണ്ണയും വേണ്ടിയുള്ളൂ. ഓക്കെ, അപ്പോൾ ആദ്യം നമുക്ക് അച്ചാറൊന്ന് ഊറ്റിയെടുക്കണം. അപ്പോൾ അതിന് നമ്മൾ അടിയിലൊരു പാത്രം വെച്ചിട്ടുണ്ട്. ആ പാത്രത്തിലേക്ക് നമ്മൾ ഇത് വെച്ചിട്ടുണ്ട്. ഇനി ഈ അച്ചാർ ഇതിലേക്ക് കൊട്ടി കൊടുക്കണം. ഓക്കെ, എന്തിനാണ് കൊട്ടണമെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ വെള്ളം നമുക്ക് സെപ്പറേറ്റ് ആയിട്ട് കിട്ടണം. ഉണ്ടല്ലേ, ഈ വെള്ളമാണ് നമ്മൾ ഈ മസാല മിക്സ് ആക്കിയതിന് ശേഷം ഈ വെള്ളമാണ് അതിൽ ഒഴിച്ച് കൊടുക്കുക. അതിന് ശേഷം നമ്മൾ നാരങ്ങ ഇട്ട് കൊടുക്കുക കേട്ടോ. നാരങ്ങ നല്ല അലിഞ്ഞ് നല്ല ഉഷാറായിട്ടുണ്ട്. കണ്ടില്ലേ, അലിഞ്ഞ് തയ്ക്കണ്ട. നല്ല ഉപ്പൊക്കെ പിടിച്ചിരിക്കണം. അപ്പം നമ്മൾ വേറെ ഉപ്പൊന്നും ചേർക്കേണ്ട ആവശ്യമില്ല. എന്താ പറയുക, നല്ല അടിപൊളിയായിട്ടുണ്ട്. കയ്പ ഒന്നുമില്ല നാരങ്ങക്ക്. പിന്നെ നമ്മൾ ചേർക്കുന്നത് ഈത്തപ്പഴത്തിൻ്റെ പേസ്റ്റാണ് കേട്ടോ. നല്ല ഈത്തപ്പഴത്തിൻ്റെ പേസ്റ്റ് ഉണ്ട്. അതുള്ളവർ അതിടുക, അല്ലാത്തവർ എന്താണ് ചെയ്യുക, ഈത്തപ്പഴം ഇട്ട് കൊടുക്കുക. ഇനി അതും ഇല്ലാത്തവർ പഞ്ചസാര ഇട്ട് കൊടുക്കുക. പിന്നെ കുറച്ച് നമ്മൾ അച്ചാർ പൊടിയും കൂടി എടുത്തിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ നമുക്ക് തുടങ്ങാം. ആദ്യം നമ്മൾ എണ്ണ ഒഴിച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ആദ്യം വെളുത്തുള്ളി ഇട്ട് കൊടുത്ത് ശേഷം നമ്മൾ ഇഞ്ചി ഇട്ട് കൊടുത്തു. ഇതൊന്ന് വാടി വന്നാൽ നമ്മൾ തീ വളരെ കുറക്കുക. അതിന് ശേഷം 2 ടേബിൾ സ്പൂൺ അച്ചാർ പൊടി, 1 ടേബിൾ സ്പൂൺ ഉലുവ വറുത്ത് പൊടിച്ചത്, 1 ടേബിൾ സ്പൂൺ കടുകിൻ്റെ പൊടി. നമ്മൾ പാക്കറ്റ് കടയിൽ നിന്ന് മേടിക്കാൻ കിട്ടും, അല്ലെങ്കിൽ ഒന്ന് വറുത്ത് പൊടിച്ചാൽ മതി. പിന്നെ 2 ടേബിൾ സ്പൂണ് കാശ്മീരി മുളക് പൊടി മിക്സ് ആക്കുക. തീ കൂടെ എടുത്തിട്ട് അല്ലെങ്കിൽ മസാല കരിയും. എന്നിട്ട് അതിൻ്റെ പച്ചമണം, നമ്മൾ വേപ്പിനില ചേർക്കുന്നില്ല. വേപ്പിനില നമ്മൾ അച്ചാറിലൊക്കെ ഇട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കുറച്ച് ദിവസം കഴിഞ്ഞാൽ അതിങ്ങനെ അതിലിങ്ങനെ കറുത്ത് കിടക്കും. അപ്പോൾ അതിൻ്റെ ആവശ്യമില്ല. പിന്നെ ഇപ്പോൾ നമ്മളത് കഴിക്കുന്നതും അല്ലല്ലോ, എടുത്ത് കളയാനല്ലേ. അപ്പോൾ അത് വേണ്ട വെച്ചിട്ടാണ് നമ്മളത് വേപ്പില ഇടാത്തത് കേട്ടോ. അപ്പോൾ ഇതൊന്ന് പച്ചമണമൊക്കെ ഒന്ന് മാറി കിട്ടിയിട്ടുണ്ട്. അതിന് ശേഷം നമ്മൾ മെയിൻ ഇൻഗ്രീഡിയൻസ് ആയിട്ടുള്ള ഈത്തപ്പഴത്തിൻ്റെ പേസ്റ്റാണ് നമ്മൾ ഇട്ട് കൊടുക്കുന്നത് കേട്ടോ. ഇനി ഈത്തപ്പഴം ഉണ്ടെങ്കിൽ ഈത്തപ്പഴം ഇട്ട് കൊടുക്കുക. ഇനി അതല്ലാത്തവർക്ക് പഞ്ചസാര ആണെങ്കിൽ പഞ്ചസാര ഇട്ട് കൊടുക്കുക. അപ്പോൾ അത് ഒറ്റ കൈയായിട്ട് നിൽക്കേണ്ട പേരൊന്നുമില്ല. അപ്പോൾ ഞാൻ ഒന്ന് പൊട്ടിച്ചതിൽ ഇട്ടിട്ട് കാണിക്കാം. നന്നായി ഒന്ന് മിക്സ് ആക്കുക. ശേഷം നമ്മൾ ഈത്തപ്പഴത്തിൻ്റെ വെള്ളം ഉണ്ടല്ലോ, ഊറ്റി വെച്ചാൽ ആ വെള്ളം കൂടി ഒഴിച്ചു വിട്ട് അതൊന്ന് കലങ്ങി കിട്ടും കേട്ടോ. നമ്മൾ നാരങ്ങ ഇട്ട് കൊടുത്തിട്ടുണ്ട്. നന്നായിട്ട് മിക്സ് ആക്കുക. ബാക്കിയുള്ള വെള്ളം കൂടി ഒഴിച്ചു കൊടുക്കുക. ടൈറ്റാണ്. ഈത്തപ്പഴത്തിൻ്റെ പേസ്റ്റ് ഞാൻ 1/2 പാക്കറ്റ് ഇട്ടിട്ടുള്ളൂ കേട്ടോ. അപ്പോൾ നമ്മൾ അച്ചാർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക.